നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നിയമപരമായിട്ട് നമ്മളിനി അടുത്ത നടപടികൾ ആലോചിച്ച് മുന്നോട്ട് പോകും. എന്താണ് ഇപ്പോൾ ജയിലിലെത്തി സഹോദരി ഉൾപ്പെടെ കണ്ടപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ടാകുമല്ലോ. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവരുടെ മാനസികാവസ്ഥ അവർ ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വർത്തമാനം എല്ലാം പറഞ്ഞ് അവർ നല്ല ബോൾഡാണ്. ഇനിയൊരു എത്ര ദിവസവും കൂടെ എങ്കിലും ഇരിക്കേണ്ടി വരും. അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പം അതിനെപ്പറ്റി നമുക്ക് പുറത്തുനിന്ന് ജാമ്യം എടുക്കണം, മേൽക്കോട്ടിൽ പോകണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞെല്ലാം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെ ഒത്തിരി പേരുണ്ട്, അവരെല്ലാം ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ നിരപരാധികളാണ്. ഇപ്പം അവിടെ അങ്ങനെ ഒരു പ്രശ്നവും കൂടെ അവർ പറഞ്ഞു. കാരണം ഇപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു വലിയ വിഷമം കാണുന്നില്ല. ഞങ്ങളെ കണ്ടപ്പോൾ ഒരു വിഷമമുണ്ട്. എങ്കിലും അവരുടെ മേഖലയിൽ വെച്ച് അവർ ചിന്തിക്കുമ്പം ഞങ്ങളെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നവർ അതിൻ്റെ അകത്തുണ്ട്, നിരപരാധികൾ. അതാണ് അവർ പറഞ്ഞത്. ഈ അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചുമത്തിയത് കൊണ്ട് തന്നെയാണ് കോടതി NIA കോടതിയിലേക്ക് വിടാം എന്നൊരു തീരുമാനത്തിലെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം ഇതിൻ്റെ ഗുരുതരമാണ് വകുപ്പുകൾ എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ നമ്മൾ ഇവിടെയുള്ള സിറോ മലബാർ സഭയുടെയൊക്കെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അഡ്വക്കേറ്റ്സിനെ ഞാൻ കണ്ടില്ല. എങ്കിലും നമ്മുടേതായ അറിവിന് മനസ്സിലാക്കിയ കാര്യം മറ്റേ മനുഷ്യക്കടത്ത കാര്യങ്ങളൊക്കെ ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഏതായാലും ഈ വിധിപ്പകർപ്പ് കിട്ടിയ ശേഷമായിരിക്കും അല്ലേ തുടർന്ന് ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇതൊരു നേരത്തെ നമ്മൾ ഈ പെൺകുട്ടികളുടെയൊക്കെ ഇന്നലെയും നമ്മൾ കാണുകയായിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രാദേശിക ചാനലുകൾക്കൊക്കെ നൽകിയ ചില പ്രതികരണങ്ങൾ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ അവരുടെ കൂടെ പോയത് ഞങ്ങളുടെ സമ്മതം അനുസരിച്ചാണ്, ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഞങ്ങളുടെ സഹോദരനെ കൂട്ടിയത് അതിനാണ്. അവരുടെ പ്രതികരണങ്ങളൊക്കെ പല ചാനലുകളുമായിട്ട് വരുന്നുണ്ട്. അത് ഞാൻ ഇതിനിടയ്ക്ക് നല്ലതുപോലെ കേട്ടില്ല. പല കാര്യങ്ങളുമായിട്ട് ഇവിടെയായിരുന്നു, ഞാനും കണ്ടായിരുന്നു. പക്ഷേ ഹിന്ദിയാണ്, എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അവരെല്ലാം ഞാൻ കണ്ടു അവരെ. ശരി, ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ്